പ്രസവിക്കുന്നത് ആണുങ്ങൾ കണ്ടാൽ പ്രശ്നമുണ്ടോ? ഐ മീൻ ഭർത്താക്കന്മാർ കണ്ടാൽ പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷെ പണ്ട് കാലത്തൊക്കെ ഭാര്യമാര് പ്രസവിച്ചു കഴിഞ്ഞാൽ 15 ദിവസത്തേക്ക് ഭാര്യയെ കാണാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ഭർത്താക്കന്മാർക്ക് കൊടുത്തിരുന്നില്ല അത്രേ. അതിനെന്തൊരു മോശമായ കൃത്യമായിട്ടാണ് കണ്ടിരുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരു റീല് കുറച്ച് വൈറലായിരുന്നു, മുത്തശ്ശിക്കഥ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിന്റെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില് ഒരു അമ്മൂമ്മയാണ് അതിൽ മെയിൻ ആയിട്ട് വരാറുള്ളത്. ആ അമ്മൂമ്മ പറയുന്നുണ്ട്, ഇപ്രാവശ്യം പ്രസവിക്കാൻ പോകുമ്പോ ഭർത്താവും കൂടെ ഉണ്ടെന്ന് എനിക്ക് കൊച്ചുമകള് പറയുമ്പോ ഈ അമ്മമ്മ അയ്യേ വൃത്തികേട്, പണ്ട് കാലത്തൊന്നും 15 ദിവസം കാണാൻ പറ്റില്ല. അമ്മമ്മ എന്തോ വലിയൊരു എന്താ പറയാ, ഒരു ഭൂലോക വൃത്തികേട് അവിടെ നടക്കാൻ പോകുന്ന പോലെയാണ് അമ്മമ്മയുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ. അതിന്റെ ക്യൂട്ടാണെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് നമ്മളെ ഡീപ്ലി തട്ടുന്നതാണ്. എന്തുകൊണ്ടാണ് ഭാര്യമാർ പ്രസവിക്കുന്നത് ഭർത്താക്കന്മാർ കാണാൻ പാടില്ല എന്ന് പറയുന്നത്? അതിന്റെ ആവശ്യകത എന്താണ്? ശരിക്കും അത് കാണുന്നതല്ലേ നല്ലത്? അത് ആക്ച്വലി ആ അമ്മൂമ്മയാണ് പറയുന്നത്. അതായത് പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ബിലീഫാണത്. ബട്ട് സ്റ്റിൽ അവരിൽ ആ ഒരു വിശ്വാസം ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ അമ്മൂമ്മയിലൂടെ വ്യക്തമായത്. അവര് പറയുന്നത് എന്താ പറയാ, കൊച്ചുമോള് പറയാണ്, ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടോ പ്രസവിക്കാനായിട്ട് പോണത്, എൻ്റെ കൂടെ ചേട്ടനും ലേബർ റൂമിലേക്ക് വരും എന്ന് പറഞ്ഞപ്പോ അപ്പോഴേക്കും മുഖം അങ്ങോട്ട് മാറി അമ്മൂമ്മയുടെ. അയ്യയ്യേ, ഇന്നത്തെ കാലം ഭയങ്കര വൃത്തികെട്ട കാലമാണ്, പണ്ടത്തെ ആയിരുന്നു നല്ലത്, ഇപ്പൊ അങ്ങനെ ആണുങ്ങൾ കാണുക പ്രസവിക്കുന്നത് എന്നൊക്കെയാ ചോദിക്കുന്നത്. ശരിക്കും അത് കാണേണ്ടതല്ലേ? അത് കാണണം. അല്ലാതെ എങ്ങനെയാണ് ഭാര്യമാര് പ്രസവിക്കുന്നതിന്റെ ഒരു വേദന എങ്ങനെയാണ് നമുക്ക് പിക്ചറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് എഴുതി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ? ഞാൻ ഇത്ര വേദന അനുഭവിച്ചു, അത് നേരിട്ടറിയാം. പിന്നെ ഈ ഭർത്താക്കന്മാർ കൂടെ കയറുന്നത് വെറുതെ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ല, ഭാര്യമാർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൂടിയാണ് ഭർത്താക്കന്മാർ കയറുന്നത്. അതായത് ലേബർ റൂമിലേക്ക് അവർക്ക് ഒപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ, ഒരുപാട് വേദനകൾ നമുക്ക് അതിലൂടെ മറക്കാൻ പറ്റുക. അതായത് നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ പെയിന്റെ ഉള്ളിൽ നമുക്കൊരു സന്തോഷമായിട്ട്, ഓക്കെ എത്ര വലിയ വേദനയിൽ ഞാൻ എത്തിയാലും എനിക്കൊപ്പം എന്റെ ഹസ്ബൻഡ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യമാണ് ഒരു ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരുപാട് പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ ഒപ്പം കൊണ്ടുപോയി പ്രസവിക്കുമ്പോൾ ആ സമയത്ത് അവരൊപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത് ഗർഭാവസ്ഥയിലും അല്ലാത്തപ്പോഴും, മേജറായിട്ട് ഗർഭാവസ്ഥയിൽ എല്ലാ അവസരത്തിലും നമ്മൾ ഈ മം ടു ബി ഫോട്ടോഷൂട്ട് അതല്ലാതെ ഈ ഡെലിവറിക്ക് പോകുന്ന സമയത്ത് വ്ളോഗുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിലൊക്കെ നമുക്ക് എന്താ പറയാ, അവരുടെ പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ എന്താ പറയാ പാർട്ട്ണർ കൂടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതൊരു വലിയ മാറ്റമാണ് സത്യം പറഞ്ഞാൽ, ഒരു നല്ല അനിവാര്യമായ മാറ്റമാണ്. നമുക്ക് എന്താ പറയാ, ഈ പണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ പാരന്റ്സിനൊക്കെ ഒരുപാട് മക്കളുണ്ടായിരുന്നത്, ഇപ്പൊ എന്താ ഇല്ലാത്തെ? നമുക്ക് മെച്ചൂരിറ്റി വരുന്നതിന്റെ മുന്നേ നമ്മുടെ ഒരു കുഞ്ഞു മനസ്സ് വെച്ച് നമ്മൾ ചിന്തിക്കുമല്ലോ എന്തുകൊണ്ടാ അങ്ങനെയെന്നൊക്കെ. അത് ചോദിച്ചപ്പോഴും എനിക്കൊരു കൃത്യമായ മറുപടി ഒന്നും കിട്ടിയില്ല. അതിന് മറുപടി തരാൻ പറ്റില്ലായിരിക്കാം, ബട്ട് സ്റ്റിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദന ഭർത്താവും കൂടെ കണ്ട് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഈ 4ഉം 5ഉം ഒക്കെ പ്രസവിച്ചു കൂട്ടാൻ ഭാര്യയെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരില്ലാനോ, അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാര്യയും നമ്മൾ ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ കണ്ട പോലെ അവസാനം പ്രസവിച്ച് ഭാര്യ ക്ഷീണിതയായി മരിക്കുക, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ ഒരുപാട് പ്രസവിക്കുമ്പോൾ. അപ്പോൾ ഒരിക്കലാണെങ്കിൽ പോലും എങ്ങനെയാണ് ഈ പ്രസവ വേദന, എന്തൊക്കെയാണ് അതിന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളതൊക്കെ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ ഭർത്താവ് അവിടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ കുറെ വീഡിയോസ് കാണാറുണ്ട്, ഈ മെൻസ്ട്രൽ ക്രാംസ് അത് ഫീൽ ചെയ്യുന്ന ഒരുപാട് ആൺകുട്ടികളുടെ വിഷയം. അത് ആ വീഡിയോന്റെ അവസാനം അവര് പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെയാണ് അവരത് ബെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആണുങ്ങൾ പൊതുവെ സഹനശേഷി കൂടുതലുള്ളവരായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ വേദനകളൊക്കെ നമുക്കൊക്കെ ചെറിയ വേദനകൾ വേദനിപ്പിക്കുമെങ്കിൽ അവരെ അത്രത്തോളം ബാധിക്കാറില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയല്ല എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയാം, എന്നാലും പറയപ്പെടുന്നത് അങ്ങനെയാണ്. സോ അവർക്ക് പോലും അത് താങ്ങാൻ പറ്റുന്നില്ല. സോ അവർക്ക് എന്നും സ്ത്രീകൾ എങ്ങനെ ഇതിനെ എല്ലാ മാസവും നേരിടുന്നു എന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പ്രസവത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള എന്നാൽ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ് പ്രസവിക്കുന്ന ദിവസം അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയം എന്ന് പറയുന്നത്. സോ അവരുടെ ഏറ്റവും വലിയ സങ്കടത്തിലും ഏറ്റവും വലിയ സന്തോഷവുമാണ് അവിടെ നടക്കുന്നത്. സോ ആ നേരത്തെ അവരുടെ പാർട്ട്ണർ അവരുടെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ അല്ല പാർട്ട്ണർ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽസിൽ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്, പാർട്ട്നേഴ്സിനെ കൂടെ കൊണ്ടുപോകാൻ. ഇനി പാർട്ട്ണർ ഇവിടെ ഇല്ല, പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ അമ്മയെ കൂടെ വെക്കാൻ അതിനുള്ള സമ്മതം എടുത്തിരുന്നുണ്ട്. കാരണം അതൊരു വിധത്തിൽ നല്ലതാണ്. കാരണം
നമ്മൾ ഒറ്റയ്ക്കാവുന്നു എന്നുള്ള ഒരു തോന്നലില്ല. പിന്നെ നമുക്കറിയാം ഈ പ്രസവത്തിന് ശേഷം വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ തക്ക രീതിയിൽ വരെ സ്വഭാവം മാറുന്ന ഒരു സ്റ്റേറ്റ് ആണത്. അപ്പൊ ആ സ്റ്റേറ്റിന്റെ ഒരു തുടക്കമാണ് അവിടെ സംഭവിക്കുന്നത്. സോ അവിടെയും നമുക്ക് സപ്പോർട്ടിന് ഒരാളുണ്ട്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്കൊപ്പം ഒരാളുണ്ടെന്ന് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കൂട്ടിനൊരാളുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. ആ തോന്നലുണ്ടായാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ധൈര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ആ ധൈര്യമാണ് നമുക്ക് ആ ഒരു പോയിന്റിൽ കാരണം അപ്പൊ നമുക്ക് ചുറ്റുമുള്ളത് മൊത്തം അറിയാത്ത ആൾക്കാരായിരിക്കും. മേ ബി ഡോക്ടറെ നമുക്ക് പരിചയം ഉണ്ടാവുമായിരിക്കാം, ഒരുപാട് വട്ടം സ്കാനിങ്ങിനും റിപ്പോർട്ടുകൾക്കും ഒക്കെ ആയി പോയി പരിചയം ഉണ്ടാവുമായിരിക്കാം. പക്ഷെ നഴ്സുമാരുണ്ടാവും, ചുറ്റും ബാക്കി കിടക്കുന്ന ബെഡുകളിൽ നിന്ന് കരച്ചിൽ കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ പെയിൻഫുൾ ആയിട്ടുള്ള ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷൻ. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത് സംഭവിക്കാൻ പോകുന്നത്, എത്രത്തോളം പെയിൻ ആയിരിക്കും എനിക്ക് വരാൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. നമ്മളെല്ലാം പ്രസവിക്കാൻ പോകുന്ന എല്ലാവരും ആ ഒരു മൊമെന്റിൽ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും. സോ ആ സമയത്ത് കുഴപ്പമില്ല, ശരിയാവും, അല്ലെങ്കിൽ ആ കൈയൊന്ന് ഇറുക്കെ പിടിക്കാൻ നമുക്കൊരാളുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നതിനെ. ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളും പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, അതായത് ഇവർക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആ സമയത്ത് പാർട്ട്ണറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, കുറെ പേര് പറയുന്നതായിട്ട്, ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ, നിനക്ക് മാത്രമല്ലല്ലോ, എല്ലാവരും പ്രസവിക്കണില്ലേ, നിന്റെ അമ്മ പ്രസവിച്ചു, എൻ്റെ അമ്മ പ്രസവിച്ചു, നിനക്ക് മാത്രമൊന്നല്ലല്ലോ ഈ വേദന. ആ വേദന എന്താണെന്ന് കറക്റ്റായിട്ട് അവിടെ കൂടെ നിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ നീചമായ ഡയലോഗുകളൊന്നും അടിക്കാൻ പിന്നെ അവര് ധൈര്യപ്പെടില്ല എന്നല്ല, അങ്ങനെയൊന്നും പറയാൻ അമ്മ എന്നുള്ള വാല്യൂ അവർ കുറച്ചുകൂടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ ഈ അമ്മമാർക്ക് എല്ലാവർക്കും അവകാശവാദങ്ങളുണ്ട്, 9 മാസം ചുമന്നു, അത്രയും വേദന. അതിനെ എത്രത്തോളം ഈ ഓപ്പോസിറ്റ് ഉള്ള അവരുടെ പാർട്ട്നേഴ്സ് മനസ്സിലാക്കുന്നു എന്നുള്ളതില്ല. പക്ഷെ ഇന്നത്തെ പാർട്ട്നേഴ്സിന് അത് കുറച്ചും കൂടി ഈസിലി മനസ്സിലാവും. കാരണം ആ പെയിൻ അവര് മനസ്സിലാക്കുന്നതാണ്, അവർ കൂടെ നിന്ന് കാണുന്നതാണ്. സോ അവരതിനെ മനസ്സിലാക്കും, എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. സോ ആ കുഞ്ഞ് എത്ര വാല്യൂബിൾ ആണ്, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ലൈഫ് എത്ര വാല്യൂബിൾ, അവരുടെ ഹെൽത്ത് എത്രത്തോളം വാല്യൂബിൾ ആണ് എന്നുള്ളത് ആ ഒരാണിന് കൃത്യമായി മനസ്സിലാകുന്ന ഒരു സ്റ്റേജിൽ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു അച്ഛനാവുകയാണ് ആ ഒരു മൊമെന്റിൽ. സോ നമ്മൾ എന്താ പറയാ, ഇപ്പത്തെ കാലത്ത് നമുക്കറിയാം വി ആർ പ്രഗ്നന്റ് എന്നാണ് പറയാ. അതായത് ഐ ആം പ്രഗ്നന്റ് അല്ല, വി ആർ പ്രഗ്നന്റ്. സോ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഈ 9 മാസം കുഞ്ഞു വയറ്റിലുള്ള 9 മാസം എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കും തയ്യാറെടുക്കാനുള്ള സമയമാണ്. അമ്മയ്ക്ക് മാത്രമല്ല, അവിടെ അച്ഛനും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നുണ്ട്. ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായി അവർ പ്രിപ്പയർ ആവാനുണ്ട്. കാരണം അവർ അച്ഛനായി മാറുകയാണ്. സോ അതിൻ്റെതായ എന്താ പറയാ, അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് അവരിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ചേഞ്ചസ് വരാനുണ്ട്. സോ ഈ അച്ഛൻ ആവുന്ന ഒരു മൊമെന്റും കൂടിയാണത്. സോ അദ്ദേഹം ആ മൊമെന്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നല്ലതല്ലേ? അതെ. കാരണം അമ്മ മാത്രമല്ല, ലൈക്ക് വി ആർ പ്രഗ്നന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടിയാണ് വീണ്ടും വരുന്നത്. സോ അത് അവർ ഒപ്പം തന്നെ നിന്ന് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ മുമ്പ് കേൾക്കാറില്ലേ ഈ നമ്മുടെ അമ്മമ്മമാരൊക്കെ പറയുന്നത്, കല്യാണത്തിന്റെ അന്നാണ് ഞാൻ ഹസ്ബൻഡിനെ ആദ്യമായിട്ട് കാണുന്നേ എന്നൊക്കെ പറയുന്നേ. അതൊക്കെ കൊണ്ടും ഈ അപരിചിതത്വം കൊണ്ടൊക്കെയാണ് അവർക്ക് ഈ തരത്തിൽ എന്താ പറയാ, അവരുടെ പെയിൻ ആരോടും സംസാരിക്കാൻ പറ്റാതെ ആവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഇത്തരം ഒക്കേഷനുകളിൽ മാത്രം കാണുന്നത് കൊണ്ടൊക്കെയാണ് അവർക്ക് ഇതിനെ കുറിച്ചൊന്ന് വൈഡായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവര് ഓരോരോ ഒക്കേഷനലി മാത്രമേ ഹസ്ബൻഡായിട്ടുള്ള ഈ ഒരു ക്ലോസ് കോണ്ടാക്ട് വരുന്നുള്ളൂ. കല്യാണത്തിന്റെ അന്ന്, അത് കഴിഞ്ഞ് മറ്റെപ്പോഴെങ്കിലും അതിന്റെ തൽഫലമായി കുട്ടി ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് ഇവരുമായിട്ട് എന്താ പറയാ യാതൊരു സമ്പർക്കവും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം അവരായിട്ടും ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ സാഹചര്യം പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നത് കൊണ്ടൊക്കെ തന്നെ അന്നത്തെ സാഹചര്യം കൊണ്ട് അത് ലഭ്യമാവുന്നില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് ലൈഫ് ഒന്നും ഇല്ല, ഒരു കാഷ്വൽ ലൈഫ്. അതിന്റെ എന്താ പറയാ, അതിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാരേജ് എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു റിലേഷൻഷിപ്പ് അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ രാവിലെ എണീച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ 35-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞാൽ 37-ാം വയസ്സാകുമ്പോഴേക്കും കുട്ടിയാകണം. അതെന്തൊരു നിബന്ധന പോലെയാണ് പോയിരുന്നത്. അല്ലാതെ അവിടെ റൊമാൻസ് ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല, കുറവായിരുന്നു. എല്ലാവർക്കും അതൊരു ചടങ്ങാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ റീലില് നമ്മൾ കണ്ട അമ്മൂമ്മയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വൈഡായിട്ട് ചിന്തിക്കാൻ അമ്മൂമ്മയ്ക്ക് പറ്റാത്ത. അതുകൊണ്ട് അമ്മ പറഞ്ഞൊരു പോയിന്റ് കൂടി, 15 ദിവസത്തേക്ക് പ്രസവം കാണുന്നത് ആദ്യത്തെ തെറ്റാണെങ്കിൽ പിന്നീടുള്ള 15 ദിവസം ഭാര്യയെ കാണാൻ അനുവാദം ഇല്ലെന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. സ്വന്തം കുഞ്ഞിനെ കാണാൻ 15 ദിവസം പറ്റില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് എന്താ പറയാ, അവിടെ ഈ ഒരു ഞാൻ മനസ്സിലാക്കുന്ന, നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാലൊക്കെ അതുണ്ടാവുമല്ലോ, അതേപോലെ ആ ഒരു കാലയളവ് ഇതിനും കണക്കാക്കാം. ഞങ്ങളുടെ നാട്ടിലും അതുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോ അമ്മയുടെ താവടിയിൽ ആരെങ്കിലും മരിക്കല, ഏതെങ്കിലും ഇപ്പൊ ചേച്ചിയുടെ മക്കളൊക്കെ പ്രസവിക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ 15 ദിവസത്തേക്ക് അമ്പലത്തിലേക്ക് പോകരുത് എന്നൊക്കെ ഇപ്പൊ കുറവാണ് അത് കേൾക്കുന്നത്. പക്ഷെ പണ്ടൊക്കെ വളരെയധികം പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യമാണ്.
അമ്പലത്തിൽ പോകരുത് എന്നൊക്കെ ഉള്ളത് ഒരു കൈൻഡ് ഓഫ് വിശ്വാസം. അതല്ലാതെ അച്ഛന് കുഞ്ഞിനെയും ഭാര്യനെയും കാണാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു തീർച്ചയായിട്ടും ഭയങ്കര എന്താ പറയാ, അത്രയും കാലം കാത്തിരുന്നുണ്ടായ ഒരു കുഞ്ഞാണ്. അതല്ലെങ്കിൽ തന്റെ ഭാര്യ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് പ്രസവിച്ചിരിക്കുകയാണ്, അവരെ കാണാതെ എങ്ങനെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു റീല് കണ്ടിട്ടുണ്ട്, ഫേമസ് ആയ ഒരു ഇൻഫ്ലുവൻസറിന്റെ റീലാണ്, ആരാന്ന് ഞാൻ മറന്നുപോയി. ആ റീലില് പറയുന്നത് ഈ ഭർത്താവ് ഭാര്യയെ കാണാൻ വരികയാണ്, ഭാര്യനെയും കുഞ്ഞിനെയും. അപ്പൊ ഈ അമ്മായിയമ്മ അതിന് സമ്മതിക്കുന്നില്ല, എന്നുവെച്ചാൽ ഈ ഭാര്യയുടെ അമ്മ സമ്മതിക്കുന്നില്ല, എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവനെ പറഞ്ഞു വിടുക. അപ്പൊ ഈ ഭാര്യയോട് നമുക്ക് പുറത്തേക്ക് പോകാമെന്നോ എന്തോ പറഞ്ഞിട്ട് പോയി ഡ്രസ്സ് മാറ്റാൻ എന്തിനോ മുകളിലേക്ക് പോയി വിളിക്കുക, അമ്മായിമ്മ ഇവനെ പറഞ്ഞു വിട്ട് വാതിലടച്ചു കഴിഞ്ഞു അവിടുന്ന്. സോ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് അവളുടെ സ്വന്തം അമ്മയോട് ഉണ്ടാവുന്ന ഒരു ദേഷ്യമുണ്ട്, അതിനും ഇത് കാരണമാവും എന്നുള്ളതാണ്. കാരണം ഈ ഭർത്താക്കന്മാരെ അടുപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത്രയും ദിവസം അവരെ നിന്ന് അകറ്റി നിർത്തുമ്പോൾ അവർക്ക് വേണ്ട അവരുടെ നീഡാണ് അവരെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഒബ്വിയസ്ലി അത് വീണ്ടും ഒരു ദേഷ്യമായി മാറാനുള്ള സാധ്യതകളും കൂടുതലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ അകറ്റി നിർത്തേണ്ടുന്നതിന്റെയോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യകതയില്ല. വൈഡായിട്ട് ചിന്തിക്കുക. പുരോഗമിച്ചു, കാലം പുരോഗമിച്ചു, ആളുകൾ പുരോഗമിച്ചു, സാഹചര്യം പുരോഗമിച്ചു, സാങ്കേതികത, വാട്ടർ ബർത്ത് വരെ നടക്കുന്ന നാടാണ് നമ്മുടെ. അപ്പൊ പിന്നെ ഈ ഇത്തരം എന്താ പറയാ അങ്ങനെ ചിന്താഗതികളിൽ പഴയ ചിന്താഗതികളിൽ നിന്ന് മാറുക, കുറച്ചും കൂടെ വൈഡായിട്ട് ചിന്തിക്കുക. അതായത് അച്ഛന് മാറുന്നുണ്ട്, മാറുന്നുണ്ട്. കുറെ പാരന്റ്സ് ഒക്കെ ഭയങ്കര ലിബറൽ ആയി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ അവർക്ക് അത്രയും പറ്റില്ല, അത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന പാരന്റ്സ് ഒക്കെ ഉള്ള കാലമാണ്. എന്നാലും ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായിരിക്കുന്നതും നല്ലതാണ്. യെസ്.